ഹായ് ഫ്രണ്ട്സ്, ഫാമിലി ടൈം ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സഞ്ചാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ കക്കാടംപൊയിലിലേക്കാണ്. കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും അതിർത്തി പ്രദേശമാണ് കക്കാടംപൊയിൽ. നിലമ്പൂർ, ചന്തക്കുന്ന്, അകമ്പാടം, മൂലേപ്പാടം, വെണ്ടേക്കുംപൊയിൽ, കക്കാടംപൊയിൽ, വാളന്തോട്, നായാടംപൊയിൽ, ഇതാണ് നിലമ്പൂരിൽ നിന്ന് പോകുമ്പോഴുള്ള റൂട്ട്. കോഴിക്കോട് ജില്ലയിലൂടെ വരുമ്പോൾ മുക്കം അല്ലെങ്കിൽ തിരുവമ്പാടി ഈ വഴിക്ക് വരുന്നതായിരിക്കും എളുപ്പം. നിലമ്പൂരിൽ നിന്നും 24 കിലോമീറ്ററാണ് കക്കാടംപൊയിലേക്കുള്ളത്. നായാടംപൊയിൽ വരെ വാഹനങ്ങൾക്ക് അനുമതിയുള്ളൂ. വാഹനങ്ങൾക്ക് പേ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. ഇനി നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 4x4 ജീപ്പ് സൗകര്യവും ഇവിടെ ഉണ്ട്. മലബാറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി കക്കാടംപൊയിൽ മാറിക്കഴിഞ്ഞു. ഞങ്ങളിവിടെ വന്നപ്പോൾ കുറച്ച് മഴയൊക്കെയാണ്, അതുകൊണ്ട് കോട നല്ല മൂടിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോണ്ടല്ലോ സൂര്യാസ്തമയം കാണുന്ന പോലെയുള്ള പ്രതീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഞ്ചാരികൾക്ക് താമസിക്കാനൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു മിസ്റ്റി ബേ എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊളോസിയ എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു റിസോർട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വിന്റർഫാൾ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല, നടന്നു തന്നെ വേണം പോകാൻ. ഫുള്ള് കോട. എൻ്റെ മോനെ, മറ്റേത് കോടയൊക്കെ കാണട്ടെ, ഒന്നും കാണില്ല. ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ അങ്ങോട്ട് പോലെ കേട്ടോ. നല്ല സൂപ്പർ കോടയാണ്, ചെറിയൊരു മഴ മതി, അടിപൊളിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിലാണ് കക്കാടംപൊയിൽ സ്ഥിതി ചെയ്യുന്നത്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് കക്കാടംപൊയിലിൻ്റെ മലയുടെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്.
കോട ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങി പോകുന്നുണ്ടോ ഒരു സംശയമുണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട്. അതായത് ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. മലബാറിന്റെ ഊട്ടി എന്നും വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് കക്കാടംപൊയിൽ. അല്ല, ഇവിടെയാണ് ജീപ്പൊക്കെ പാർക്ക് ചെയ്യണ സ്ഥലം. നടക്കാൻ കഴിയാത്തവർക്ക് ജീപ്പിന് വരെ പഠിക്ക്. ഇതിന്റെ മുകളിലേക്ക് കയറി പോവാണ്ട് ഗൈസ്. ഇതിന്റെ മുകളിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അടിപൊളി വ്യൂ പോയിന്റ്സ് ഒക്കെ ഉള്ള സ്ഥലം. മേലേക്ക് ഇനിയും പോവാനുണ്ട്. പക്ഷെ ഈ ഒരു കോടമഞ്ഞ ആയതുകൊണ്ട് നമുക്കൊന്നും അവിടെ വിസിബിൾ ആവില്ല. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഇനി അവിടെ ഒരു കുരിശിൻ്റെ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാണ് ഗൈസ്. കുറച്ച് താഴേന്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നല്ല കുത്തനല്ല കയറ്റാണ് കേട്ടോ ഗൈസ് ഇവിടെ. അതാണ് കക്കാടംപൊയിലിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഞങ്ങൾ ഈ മലേന്റെ മണ്ടയ്ക്ക് എത്തിക്കാണ്. കുരിശൊന്നും കണ്ടില്ല, കുരിശൊന്നും കാണാനില്ല. മഞ്ഞുകൊണ്ട് കോട കംപ്ലീറ്റ് മൂടിയിട്ടുണ്ട്. കോട ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സീനായിരുന്നു. കാഴ്ചയുടെ വസന്തം തീർക്കുന്ന ഈ സ്ഥലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്.
കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.